നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. സൂപ്പർ കപ്പ് രണ്ടാം റൗണ്ട് ആവേശം ഗ്രൂപ്പ് ഡിയിലെ ഇന്നത്തെ FC ഗോവ, ബംഗളൂരു FC, ഒഡീഷ FC ഇന്റർകാഷി മത്സരത്തോടെ അവസാനിക്കുമെങ്കിൽ ജംഷഡ്പൂർ FC മാത്രമാണ് ഇതുവരെ സെമി ഫൈനൽ ഉറപ്പിച്ച ഏക സംഘം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിൽ ഇതുവരെ തോൽവി രുചിച്ചിട്ടില്ലാത്ത FC ഗോവ ഇന്ന് ബംഗളൂരു FCയെ നേരിടുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും FC ഗോവയെ തൃപ്തരാക്കില്ല എന്നതുറപ്പ്. ബംഗളൂരു FCക്കെതിരെ അത്ര മികച്ച റെക്കോർഡല്ല FC ഗോവയ്ക്കെങ്കിൽ മോശം ഫോമിൽ തുടരുന്ന ബംഗളൂരു FCക്കെതിരെ ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഗോൾ രഹിത സമനിലയിൽ പിരിയേണ്ടി വന്നതും ഓർത്തെടുക്കാമെങ്കിൽ നോഹ് സദോയുടെ മിന്നും ഫോമിൽ തന്നെയാവും FC ഗോവൻ പ്രതീക്ഷ മുഴുവൻ. ബ്രാൻഡൻ ഫെർണാണ്ടസ് ദേശീയ ടീമിനൊപ്പം ചേർന്നതും വിക്ടർ റോഡ്രിഗസ് പരിക്കേറ്റ് പുറത്തുപോയതും FC ഗോവയ്ക്ക് തലവേദന സൃഷ്ടിക്കുമ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് വിക്ടർ റോഡ്രിഗസിന്റെ പകരക്കാരനെ തന്നെയാണ്. എളുപ്പം ടീമിനോട് ഇഴുകിച്ചേരാൻ കെൽപ്പുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ളതോ മാനലോ മാർക്കസ് എന്ന പരിശീലകൻ നേരത്തെ തന്നെ പരിശീലിപ്പിച്ചതോ ആയതുമായുള്ള താരങ്ങളെയാണ് പകരക്കാരൻ്റെ റോളിൽ FC ഗോവ പരിഗണിക്കുന്നതെങ്കിൽ 3 ഇന്ത്യൻ സൂപ്പർ ലീഗ് എക്സ്പീരിയൻസ് താരങ്ങളെ FC ഗോവ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ 3 താരങ്ങൾ ലഭ്യമാവുന്നില്ല എങ്കിൽ മാത്രമാവും അടുത്ത ടാർഗറ്റ് പരിഗണിക്കുക എന്നും മാർക്കസ് മെർക്കുലാവോ എന്ന പ്രശസ്ത മാധ്യമപ്രവർത്തകൻ പറഞ്ഞു വെക്കുമ്പോൾ എദുകാഷിയ, ജോയൽ ക്യാനൈസി, ഐക്യർ ഗിർസേന തുടങ്ങിയ നിരവധി പേരുകൾ ആരാധകർ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നുമുണ്ട്. ഇതോടെ വിക്ടറിൻ്റെ പകരക്കാരൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.